തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും യോജിക്കണം. അത് നായാടി മുതൽ നമ്പൂതിരി വരെ മാത്രമല്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നാനാവിശ്വാസികളും യോജിച്ചുകൊണ്ട് കെട്ടിപ്പടുക്കേണ്ട പുരോഗതിയിലേക്ക് പോകേണ്ട ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ബി ജെ പിക്കാരുടെ മുദ്രാവാക്യം നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ബ്രെയിൻ വാഷിംഗ്, മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനുള്ള കൃത്യമായ ഒരു പ്രചാരണ പദ്ധതി RSS സംഘപരിവാരം ആവിഷ്കരിച്ചിരിക്കുകയാണ്. എന്താ ഈ മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ബ്രെയിൻ വാഷിങ്ങിൻ്റെ ഒരു പ്രത്യേകത? നായാടിക്ക് തോന്നുക ഞാൻ ശക്തിപ്പെടുകയാണ്, മനസ്സിലായില്ലേ, ഹിന്ദുവായിട്ട് ശക്തിപ്പെടുന്നു എന്ന തെറ്റായ തോന്നലുണ്ടാവുക. തീയരെ തോന്നുക, ഈഴവരെ തോന്നുക ഞാൻ ഹിന്ദുവായിട്ട് ശക്തിപ്പെടുകയല്ലേ ചെയ്യുന്നത്, നല്ല കാര്യമല്ലേ എന്ന തോന്നലുണ്ടാവുക. നായർക്ക് തോന്നുക, നമ്പൂതിരിക്കും തോന്നുക. നമ്പൂതിരിമാരാണെങ്കിലോ സമൂഹത്തിൽ ജാതി മേധാവിത്വത്തിൻ്റെ നേതാക്കന്മാരായിരുന്നു നമ്പൂതിരിമാർ. ഇപ്പോൾ കാലമൊക്കെ മാറി, ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യബോധം വന്നു. അപ്പം അതുകൊണ്ട് നമ്പൂതിരിക്ക് ഇപ്പം തോന്നുക ഞാൻ സമൂഹത്തിൽ ചെറിയ എണ്ണം മാത്രമേ ഉള്ളൂ, പക്ഷേ ഞാൻ ഹിന്ദുവായിട്ട് ശക്തിപ്പെടുകയാണ്. ഇതാണ് ബ്രെയിൻ വാഷിംഗ്. ഇവിടെയാണ് നമ്മുടെ ചരിത്രം, നമ്മുടെ മുൻകാല ജീവിതം, നമ്മുടെ ഭൂതകാലം സമൂഹത്തെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. സുഹൃത്തുക്കളെ, ആരായി നായാടി? അല്ലേ, ആരായി നായാടി? നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഒരു തവണ സന്ദർശിച്ചത് സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നീട് വന്ന സന്ദർഭങ്ങളിലെല്ലാം ഒന്ന് ഖദർ പ്രചരണം, പിന്നെയോ ഹരിജന ഉദ്ധാരണം, ഹരിജൻ ഫണ്ട് ശേഖരണം, ഐത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി പിന്നീടുള്ള 4 വർഷക്കാലവും പ്രവർത്തിച്ചത്. ഐത്തം ഉച്ചാടനം ചെയ്യുക. ജാതി ഐത്തം നിലനിന്നിട്ടുള്ള സമൂഹമായിരുന്നു നമ്മുടെ സമൂഹം. അതുകൊണ്ടാണ് മലബാർ സന്ദർശിച്ചിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ മദ്രാസിൽ പോയി പ്രസംഗിച്ചത് ഈ മലബാറുകാർ കുറച്ച് ഭ്രാന്തന്മാരാണ്, ജാതി ഭ്രാന്തം, അല്ലേ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ, കണ്ടാലും ദോഷമുള്ളവർ. മഹാത്മാഗാന്ധി ഒരു തവണ പാലക്കാട് വന്നപ്പോൾ രാവിലെ ഒരു മനുഷ്യൻ്റെ ദയനീയമായിട്ട് ശബ്ദം കേട്ട് കൂടെയുള്ള കോൺഗ്രസ് നേതാവ് രാജാജിയോട് ചോദിച്ചു, എന്താ കേൾക്കുന്ന ശബ്ദം? അപ്പോൾ രാജാജി പറഞ്ഞു, അത് നായാടി ഭിക്ഷയാചിക്കുന്ന ശബ്ദമാണ്. മഹാത്മാഗാന്ധി പിന്നീട് പറയുന്നുണ്ട്, ഒരു നായാടിയെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു, നായാടിയെ കണ്ടു, അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു, വന്നില്ല. എന്താ വരാതിരിക്കാൻ കാരണം? മഹാത്മാഗാന്ധി ഉയർന്ന ജാതിക്കാരനാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു അധമ മനോഭാവം ഈ നായാടിയിൽ ഉണ്ടായി എന്നതാണ്. നായാടിയിൽ മാത്രമല്ല, എല്ലാ അധകൃത ജാതികളിലും ഈ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. ആ പഴയ കാലം, അതാണ് ഭൂതകാലം. ഇവിടെ RSSകാർ പറയാണ് നമ്മുടെ സുവർണകാലം, അതാണ് നമ്മുടെ ഭൂതകാലം സുവർണകാലമായിരുന്നു എന്നാണ്. പക്ഷേ ജാതി അടിമത്തമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അവിടെയാണ് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ. തീണ്ടാപ്പാട് അകലമുണ്ട്. നമ്പൂതിരിയിൽ നിന്ന് 16 അടി, നമ്പൂതിരിയിൽ നിന്ന് 32 അടി, നമ്പൂതിരിയിൽ നിന്ന് 64 അടി, അതിൻ്റെ അപ്പുറത്താണ് കണ്ടാൽ പോലും ദോഷമുള്ളവർ. ഐത്തം, അശുദ്ധം. ഈ അശുദ്ധം മാറണമെങ്കിൽ മുങ്ങിക്കുളിക്കണം. ശരീരത്തിൻ്റെ അവസ്ഥ, കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണന് ശിക്ഷയില്ല. പിന്നെയോ സ്ത്രീകൾ, നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ സുവർണകാലമെന്ന് സംഘപരിവാരമൊക്കെ വിശേഷിപ്പിക്കുന്ന പഴയ കാലത്ത് സ്ത്രീകൾ എങ്ങനെയായിരുന്നു? അടിമകൾ, ജാതി അടിമകൾ, സ്ത്രീ അടിമകൾ. വ്യവഹാരങ്ങളിലൊക്കെ സ്ത്രീകളെ സാക്ഷിയാക്കരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ള വ്യവഹാരമാലകൾ ഉണ്ടായിരുന്ന ഒരു നാടായി നമ്മുടെ നാട്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്നുള്ള BJPയുടെ മുദ്രാവാക്യം. ഇതിനു വേണ്ടിയിട്ടാണ് ഹിന്ദു വർഗീയത ശക്തിപ്പെടുത്താൻ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എല്ലാവരും യോജിക്കണമെന്നാണ്. എല്ലാവരും യോജിക്കണം. നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും യോജിക്കണം. ലോകത്തിൽ എവിടെ മനുഷ്യൻ കഷ്ടപ്പെടുന്നുവോ ആ കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ
കഷ്ടപ്പാട് പരിഹരിക്കാൻ വേണ്ടിയുള്ള മനുഷ്യത്വപരമായിട്ട് ഇടപെടൽ വേണം. അതുകൊണ്ടാണ് CPIM പലസ്തീനിൽ ഗാസയിൽ കൂട്ടക്കുരു നടത്തുമ്പോൾ അതിനെതിരായിട്ട് വലിയ പ്രതികരണം ഉയർത്തുന്നത്.